ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ. ഇതിനകത്തേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ കിസ്മസ്, 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി, ചെറുതായി എരിഞ്ഞ 1 ടേബിൾ സ്പൂൺ ഈന്തപ്പഴം, 1 ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടി, 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ആൻഡ് ബദാം ചെറുതായി അരിഞ്ഞത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് ഒരു 10-20 മിനിറ്റോളം ഒന്ന് കുതിരാനായിട്ട് വയ്ക്കുക. ഇനി നമുക്കിതിലേക്കുള്ള മാവ് റെഡിയാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കാനാണ് മതിയെങ്കിൽ അത്രയും തന്നെ എടുക്കുക. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം പകുതി ചേർക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. മാവെല്ലാം നന്നായിട്ട് മിക്സായി അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള മധുരത്തിനായിട്ട് നമുക്ക് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാരയാണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് 1/2 കപ്പ് എണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയോ അങ്ങനെയുള്ള എണ്ണകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 കപ്പ് മിൽക്ക് ആദ്യം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കുഴമ്പ് പരുവത്തിലുള്ള ഈ മാവിലേക്ക് ഒരു പകുതി ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ട് ഇത് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഈ സമയത്ത് മാവ് ഇച്ചിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഈ പരുവത്തിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുത്ത് ഇതൊന്നും കൂടി ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു 1/2 കപ്പ് മിൽക്ക് കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നമ്മളൊന്നുകൂടി ഡൈല്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു പരുവമാകുമ്പോഴത്തേക്കും നമുക്കിനി ഈ മാവ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് ഒഴിക്കാനുള്ള പാത്രം റെഡിയാക്കിയെടുക്കാം. അതിനേക്കായി ഒരു വട്ടത്തിലുള്ള പാത്രം എടുത്ത് അത് മൊത്തത്തിലൊന്ന് നെയ്യോ എന്തെങ്കിലും ചേർത്തുകൊണ്ട് ഗ്രീസ് ചെയ്യുക. ഈ ഗ്രീസ് ചെയ്ത പാത്രത്തിൻ്റെ അടിയിൽ വെക്കുന്നതിനായിട്ട് ഒരു ബട്ടർ പേപ്പർ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. അത് ഈ പാത്രത്തിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലും അല്പം നെയ്യ് തടവി കൊടുക്കുക. ഈ പാത്രം ഇങ്ങനെ റെഡിയാക്കി വച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു ഹാഫ് വേ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതിന് ശേഷം മാവൊന്ന് തട്ടിക്കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഇട്ടുകൊടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് ഒരു 5 മിനിറ്റ് നല്ല ഹീറ്റാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഈ പാനിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം പാൻ അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ നമ്മളിത് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് റെഡി.